വൈഷ്ണവി, ഓഫീസ് കഴിഞ്ഞില്ലേ? എനിക്ക് കുറച്ച് പർച്ചേസ് ചെയ്യാനുണ്ട്. നീ എന്റെ കൂടെ വരാമോ? ഓ, അതിനെന്താ? ഇതിപ്പത്ര ചോദിക്കാനുണ്ടോ? ഞാൻ ആരെങ്കിലും ഒന്ന് വിളിക്കാൻ കാത്തു നിൽക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം വെറുതെ നിൽക്കണ്ടല്ലോ. എന്നാ നമുക്ക് ഇറങ്ങിയാലോ? ടൈം ആയില്ലേ? ആ ശരി, എന്നാ ഞാൻ എന്റെ ബാഗ് എടുത്തിട്ട് വരാം. എന്നാ ഞാൻ അപ്പോഴേക്കും പാർക്കിങ്ങിൽ നിന്ന് വണ്ടി എടുത്ത് ഓഫീസിന്റെ ഫ്രണ്ടിലോട്ട് വരാം. നീ അപ്പോഴേക്കും അങ്ങോട്ട് വാട്ടോ. ശരി ലച്ചു. ലച്ചു, നമുക്ക് പോവാ. പറപ്പിച്ചു വിട്ടോ. ആ, എന്നിട്ട് വേണം ഏതെങ്കിലും ലോറിയുടെ അടിയിൽ സ്റ്റിക്കർ ആവാൻ. മിണ്ടാതെ നിന്നോ അവിടെ. അല്ലടി, ഇന്നലെ ഓഫീസിലായിരുന്നല്ലോ, അതുകൊണ്ട് ചോദിക്കാൻ വിട്ടതാ. നിന്നെ ഒരു കൂട്ടിൽ കാണാൻ വരുമെന്ന് പറഞ്ഞിട്ട് അവര് വന്നിരുന്നോ മിനിയാന്ന്? നീ അതിനെ കുറിച്ചൊന്നും ഇന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എന്റെ അവര് വന്നില്ലേ? ഓ, അവര് വന്നിരുന്നു. അവന്റെ അച്ഛനും അമ്മയും വന്നേ. ഇന്ന് അവൻ UK വന്നേ. വന്നിട്ട് മീറ്റ് ചെയ്യാന്നാ പറഞ്ഞിരിക്കുന്നേ. എല്ലാം ഓക്കെ ആയി. ഇനി ഞങ്ങളൊന്ന് കണ്ട് സംസാരിക്കണം, അത്രമാത്രം. ഞങ്ങൾ രണ്ടാളും കണ്ട് സംസാരിച്ച് ഓക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ എൻഗേജ്മെന്റ് നടത്തുമെന്നാ പറയുന്നേ. എന്തായാലും ഇന്ന് അവൻ എത്തിയില്ലേ? എന്നാ അവർക്കൊക്കെ ഇന്ന് വന്നൂടായിരുന്നോ? അതിന് പെട്ടെന്നാണ് ടിക്കറ്റ് കിട്ടിയേ. അല്ലെങ്കിൽ 1 വീക്ക് കഴിഞ്ഞേ വരുമെന്ന് പറഞ്ഞിരുന്നേ. അതാ അവര് വേഗം വന്നേ. ഇത്രയൊക്കെ വിവരം കിട്ടണമെങ്കിൽ നിങ്ങൾ തമ്മിൽ കോളിംഗ് ഉണ്ടാവുമല്ലോ. ഇന്നലെ കോൾ ചെയ്തിരുന്നു. ഓ, വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടാവൂലേ? അപ്പൊ കണ്ടിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഫോട്ടോയും കാണാലോ. അല്ലടി, അത് വോയിസ് കോൾ ആയിരുന്നു. പിന്നെ നേരിട്ട് കാണാന്ന് കരുതി. അപ്പോ ഫോട്ടോ പോലും കണ്ടില്ലേ? ഇല്ലടി, നേരിട്ട് കാണാലോ. ബെസ്റ്റ്. നിങ്ങളൊരു സംഭവം തന്നെ. എന്തായാലും എന്റെ ആശംസകൾ നേരുന്നു. താങ്ക് യു. അല്ലടി, നിനക്ക് 2 ഏട്ടന്മാരല്ലേ? അതെ. മൂത്ത ചേട്ടനെ നിനക്കറിയത്തില്ലേ? നമ്മുടെ ദേവുന്റെ അച്ഛൻ. ഓ, അറിയാം. പിന്നെ രണ്ടാമത്തെ ചേട്ടൻ ഇവിടെ ഇല്ല. ഇത് നടക്കുകയാണെങ്കിൽ എൻഗേജ്മെന്റിന്റെ മുമ്പ് എത്തുന്ന പറഞ്ഞേക്കുന്നേ. ആ, സ്ഥലം എത്തിയല്ലോ. അയ്യോ, സോറി, ഞാൻ അറിയാതെ. എന്തറിയാതെ? ഞാൻ കണ്ടില്ലായിരുന്നു. നിന്റെ മുഖത്ത് 2 ഉണ്ടക്കണ്ണുണ്ടല്ലോ, എന്നിട്ടും കണ്ടില്ലാന്നോ? ഓരോന്ന് ഇറങ്ങിക്കോളും, മനുഷ്യന് പണി ഉണ്ടാക്കാനായിട്ട്. ഹലോ മിസ്റ്റർ, താങ്കളെ ദേഹത്തെ ഒന്ന് തട്ടിയെന്നല്ലുള്ളൂ. താൻ നിലത്തൊന്നും വീണില്ലല്ലോ. ഇതിനാണോ താൻ ഇത്രേ ചൂടാവുന്നേ? ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതൊന്നല്ലോ, അറിയാതെ പറ്റിയതല്ലേ. അതിന് ഞാൻ മാപ്പും ചോദിച്ചിട്ടുണ്ട്. ലച്ചു, വാ, നമുക്ക് പോവാം. വെറുതെ പ്രശ്നത്തിന് നിൽക്കണ്ട. ഓ, സോറി പറഞ്ഞ എല്ലാം തീർന്നെന്നാ വിചാരം. ഇതൊക്കെ എവിടുന്ന് കുറ്റിയും പറിച്ചു വരുന്നോ ആവോ. ലച്ചു, വാ, നമുക്ക് പോവാം. വെറുതെ വഴക്കുണ്ടാക്കണ്ട. പോയാ നിങ്ങൾക്ക് കൊള്ളാം. പേടിച്ചു പോയ തോന്നുന്നു. ലച്ചു, ഞാൻ നിന്നോട് പല തവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കരുതെന്ന്. ഞാനാണോ ആദ്യം വഴക്കുണ്ടാക്കിയേ? അവനല്ലേ ആദ്യം ഇങ്ങോട്ട് ചൊറിയാൻ വന്നേ? ഓ, എന്റെ ലച്ചു, അത് വിട് നീ. വാ. ശരി. എന്നാ നമുക്ക് ഷോപ്പിംഗ് തുടങ്ങാം. അതിന്റെ മുന്നേ നമുക്ക് ഫുട്പാത്തിൽ പോയി എന്തെങ്കിലും കഴിക്കാം. എടി, നമ്മളെ ഇപ്പോഴല്ലേ പപ്സും ലൈമും കഴിച്ചേ? ഇതൊക്കെ എങ്ങോട്ട് പോകുന്നു? നിന്നെ കെട്ടുന്നവന്റെ വിധി.